എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 20 ശ്ലോകം 21, 22, 23, 24, 25, 26 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. വർഷകാല വർണ്ണന തുടരുന്നു അതിമനോഹരമായ ഉപമകളോട് കൂടിയിട്ട്. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. പീത്വാവ പാദപാവദ്ഭി ആസന്നാനാത്മമൂർത്തയ പ്രാക്ഷാമാസ്തപസാശ്രാന്ത യഥാ കാമാനുസേവയാ. വേനൽക്കാലത്ത് വെയില് കൊണ്ട് ഇലയില്ല, പൂവില്ല, കായുമില്ല, അതൊന്നുമില്ലാതെ ഇങ്ങനെ ഉണങ്ങി നിൽക്കണ മരങ്ങള് വർഷകാലത്ത് ആ വേരിന്റെ അടിയിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോ വേര് വലിച്ചെടുക്കുമ്പോ എന്താ ഉണ്ടാവുക? അങ്ങനെ തളിർത്തും പുഷ്പിച്ചും കായകൾ നിറഞ്ഞും ഇങ്ങനെ നിൽക്കും. അപ്പോ ആ മുമ്പത്തെ അവസ്ഥയിൽ നിന്നൊക്കെ മാറി അതിസുന്ദരമായിട്ട് പൂത്തു അലഞ്ഞിങ്ങനെ നിൽക്കും. എല്ലാം തികഞ്ഞതായിട്ട് നിറച്ച് നല്ല ഇലകള്, തളിർത്തുള്ള ഇലകള്. അപ്പോഴേക്കും പിന്നെ അതാ പൂവ് വരും, കായുണ്ടാവും. അങ്ങനെ ഫലസമൃദ്ധമായിട്ട് ഇങ്ങനെ നിൽക്കണു മരങ്ങളൊക്കെ. ഏതുപോലെ എന്നാൽ തപസ്സിലിരിക്കുന്ന മനുഷ്യൻ ആഹാരാദികളില്ലാതെ ആദ്യം വളരെ വളരെ ചടച്ചിരിക്കും. പിന്നെ ഈശ്വരാനുഗ്രഹം സിദ്ധിച്ച ശേഷം ഇഷ്ടം പോലെയുള്ള സുഖ വിഷയങ്ങളൊക്കെ അനുഭവിക്കുന്നത് കൊണ്ട് സകല അവയവങ്ങളും ഇഷ്ടപ്പെട്ട് മുമ്പത്തെ സ്ഥിതിയിൽ നിന്നൊക്കെ മാറി അങ്ങനെ ഏറ്റവും സുന്ദരനായിട്ട് മാറും, അല്ലെ? ആരോഗ്യ സമ്പൂർണനായിട്ട് മാറും. അപ്പൊ കഷ്ടകാലം വരുമ്പോൾ ക്ഷീണവും സമൃദ്ധി കാലത്തില് ഒക്കെ ആരോഗ്യവും സാധാരണയാണ്. വേനൽക്കാലത്തില് മരങ്ങളുടെ ഇലകൾ കൊഴിയണതും മഴക്കാലത്ത് തളിരിടണതും ആരുടെയും സാമർഥ്യം കൊണ്ടല്ല, അത് കാലഭേദം കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്, അല്ലെ? അതുപോലെ കഷ്ടകാലം നേരിടുന്ന സമയത്ത് ആ കഷ്ടത്തിലും അഭിവൃദ്ധിയിലും ഖേദവും മോദവും കൂടാതെ ഭാവനയോടെ ഇരിക്കണം എന്ന്. കഷ്ടം വരുമ്പോ അധികം അങ്ങനെ ദുഃഖിക്കരുത്, സുഖം വരുമ്പോ കൂടുതൽ മതിക്കരുത്. അതൊക്കെ അങ്ങനെയാണ് എന്ന് വിചാരിച്ച് എല്ലാം ഈശ്വരഹിതം എന്ന് വിചാരിച്ച് ജീവിക്കണം. സരസ്വ അശാന്തരോധസ്സു ന്യൂഷൂരംഗാവിസാരസാ ഗൃഹേഷു അശാന്തകൃത്യേഷു ഗ്രാമ്യായവ ദുരാശയാഹ. അശാന്തരോധസ്സു ശാന്തങ്ങളല്ലാത്ത തീരസ്ഥലങ്ങളോടുകൂടിയ സരസ്സു തടാകങ്ങളിൽ, സാരസാഹ സാരസപക്ഷികൾ, അശാന്ത കൃത്യേഷു ശാന്തങ്ങളല്ലാത്ത വ്യാപാരങ്ങളോടുകൂടിയ ഗൃഹേഷു ഗൃഹങ്ങളിൽ, ദുരാശയാഹ ദുഷ്ട വിഷയാശയുള്ള ഗ്രാമ്യ ഇവ ഗ്രാമനിവാസികൾ എന്ന പോലെ, ഹേ അംഗ അല്ലയോ പൂജ്യ, ന്യൂഷു നിവസിച്ചു. ചേറും ചളിയും മുള്ളും ഒക്കെ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് സഞ്ചരിക്കാൻ പാടില്ലാത്ത കരകളൊക്കെ അങ്ങനെയാവും, അല്ലെ? ചെളി പിടിച്ചിങ്ങനെ കിടക്കും. അപ്പോ അങ്ങനെയുള്ള തടാകങ്ങളില് വണ്ടാരം കോഴി മുതലായിട്ടുള്ള പക്ഷികള്, മത്സ്യം മുതലായിട്ടുള്ള പ്രാണികളെ കൊത്തി തിന്നാനുള്ള ആ ആശ കൊണ്ട് അവയെ പിടിക്കാൻ തക്ക നോക്കി ഇങ്ങനെ താമസിച്ചു. ഈ കൊളക്കോഴി മുതലായിട്ടുള്ള പൊന്മാൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പക്ഷികൾ. ഏതുപോലെ എന്നാൽ ഘോര കർമ്മങ്ങളോടുകൂടിയ ഗൃഹങ്ങളിൽ ഹിംസാദികൾ കൊണ്ട് സിദ്ധിക്കുന്ന മാംസമൊക്കെ ഭക്ഷിച്ച് മതിക്കാനുള്ള ആശയോടുകൂടിയ പഠിപ്പില്ലാത്ത ജനങ്ങൾ കൂട്ടുകുടുംബങ്ങളെ വിട്ടുപിരിയാതെ വസിക്കുന്നത് പോലെ. അങ്ങനെ എന്നും നോൺ വെജ് ഉണ്ടാക്കി അപ്പൊ അതിങ്ങനെ കഴിക്കാനുള്ള മോഹം കാരണം അവിടെ ധാരാളം ഉണ്ടാവും. പലതരത്തിലുള്ള ഹിംസകളാണ് അവിടെ ആ കുടുംബത്തില് നടക്കണത്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ പേര്
അവിടെ പോയി ഇങ്ങനെ താമസിക്കുന്നത്. അപ്പൊ ഹിംസാബഹുലമായ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് കഴിയുന്ന വേഗത്തിൽ ഒഴിയാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അതിലിരുന്ന് ചെയ്യുന്ന ആ ഘോര കർമ്മഫലങ്ങള് അനുഭവിക്കാനായിട്ട്, അതിൽ കൂട്ടുകൂടി കഴിഞ്ഞാല് അത് അനുഭവിക്കാനായിട്ട് വീണ്ടും ജനന മരണങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് കഴിക്കാൻ പോയാൽ അവർക്കും കൂടി അതിന്റെ ഫലം ദോഷം കിട്ടും. അപ്പൊ പിന്നെയും ജനനം മരണം അല്ലെ, അങ്ങനെ വരുത്താതിരിക്കാൻ ഭക്തന്മാര് ശ്രദ്ധിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ജലൗഖേർ നിരഭിദ്യന്ത സേതവോ വർഷദീശ്വരേ പാഖണ്ഡിനാം അസത്വാദേ വേദമാർഗ കലൗ യഥാ. ഈ മഴ പെയ്ക്കണത് ദേവേന്ദ്രനാണെന്നാണല്ലോ പറയണത് അല്ലെ. അപ്പൊ ദേവേന്ദ്രൻ അങ്ങനെ വർഷിച്ചുകൊണ്ടിരുന്നപ്പോ ജലപ്രവാഹങ്ങൾ കൊണ്ട് ആ തോടുകളിലും പുഴകളിലും വെള്ളം നിർത്താനായിട്ട് വേനൽക്കാലത്തില് കെട്ടിയുണ്ടാക്കിയ അണകളെല്ലാം പൊട്ടിത്തകർന്നു പോയി. വേനൽക്കാലത്ത് അതിന് തടഞ്ഞു നിർത്താനായിട്ട് അണ കെട്ടി, വർഷത്തിൽ ഇങ്ങനെ കൂലം കുത്തി ഒഴുകല്ലേ, അപ്പൊ ആ അണയൊക്കെ പൊട്ടിപ്പോയി. ഏതുപോലെ എന്നാൽ ബഹുകാലം മുമ്പ് വേദനിയമത്താൽ ഉറപ്പിക്കപ്പെട്ട വർണ്ണാശ്രമാദി വേദധർമ്മങ്ങൾ പാഖണ്ഡമതക്കാരുടെ കുതർക്കങ്ങൾ നിമിത്തം കലിയുഗത്തിൽ തീരെ നശിച്ചു പോകുന്നത് പോലെ. കലിയുഗം മൂത്തു തുടങ്ങുമ്പോ ആ വേദധർമ്മ വിരോധികളായിരിക്കുന്ന പാഖണ്ഡമതക്കാര് വർദ്ധിക്കും. അപ്പോ അവരുടെ ശുഷ്ക തർക്കങ്ങൾ കേട്ട് ഭ്രമിക്കുന്നവര് വേദധർമ്മങ്ങളെ തെറ്റി നടക്കും. ഇപ്പൊ അതന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. സജ്ജനങ്ങള് അങ്ങനെ തെറ്റി നടക്കാതിരിക്കണം എന്ന് സാരം. വേണ്ട സമയത്ത് വേണ്ട പോലെയുള്ള ഉപദേശങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ ആർക്കും, ഉപദേശങ്ങൾ കേൾക്കാൻ അത് അനുഷ്ഠിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് അനുഭവിക്കാൻ അല്ലെ. വിമുഞ്ചൻ വായുഭിർന്നുന്ന ഭൂതഭ്യോധാമൃതം ഘനാ യഥാശിഷോ വിശ്വതയ കാലേ കാലേ ദ്വിചേരിതാഃ. ആ വർഷമേഘങ്ങള് അങ്ങനെ വായുവിന്റെ ചലനങ്ങൾക്കനുസരിച്ച് മേഘങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകല്ലേ വായു. അങ്ങനെ ഉഷ്ണം കൊണ്ട് തപിച്ചിരിക്കുന്ന പ്രാണിവർഗങ്ങൾക്ക് ജീവനഹേതുവായ ജലം വർഷിച്ചു കൊടുത്തു. അവർക്ക് ഇങ്ങനെ ജീവൻ കിട്ടണ മാതിരിയാണ് അല്ലെ. മഴ പെയ്യാതെ ഇങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതിരിക്കുന്ന പ്രാണികൾക്ക് വർഷമേഘങ്ങൾ വർഷിച്ചു കൊടുക്കണു. ഏതുപോലെ എന്നാൽ പുരോഹിതന്മാരായ ബ്രാഹ്മണരുടെ ഉപദേശം അനുസരിച്ച് രാജാക്കന്മാര് പ്രജകൾക്ക് വേണ്ടുന്ന ദാനധർമാദികൾ തക്ക അവസരത്തിൽ ചെയ്തു കൊടുക്കുന്നത് പോലെ. സമൃദ്ധിയുള്ള ആളുകള് അവരുടെ ധനം മുതലായവ മറ്റുള്ളവരുടെ ഉപകാരത്തിനായിട്ട് ചെലവ് ചെയ്യണം. അതിനായിട്ട് പുരോഹിതന്മാരും ഉപദേശിക്കുകയും കൂടി, പുരോഹിതന്മാരെ അവരെ ഉപദേശിക്കുകയും വേണം. ദാനം ധർമ്മം ചെയ്യണം, തക്ക സമയത്ത് അതാ അവര് ബുദ്ധിമുട്ടണു എന്ന് പറഞ്ഞു. ഏവം വനം തദ്വർഷിഷ്ഠം പക്വ ഖർജുരജംബുമത് ഗോപാലൈവൃതോരന്തും സബല പ്രാവിശൽ ഹരി. അങ്ങനെ മുകളിൽ ഇത് ഇത്രയും പറഞ്ഞ് അങ്ങനെ ഭഗവാൻ പത്രപുഷ്പ ഫലാദികൾ കൊണ്ടും പഴുത്തു നിൽക്കുന്ന ഈന്തപ്പഴങ്ങൾ കൊണ്ടും ഞാവൽപ്പഴങ്ങൾ കൊണ്ടും അതിസമൃദ്ധമായിരിക്കുന്ന ആ കാട്ടിൽ ബലരാമനോട് കൂടിയ ശ്രീകൃഷ്ണ ഭഗവാൻ പശുക്കളോടും ഗോപന്മാരോടും കൂടി ചേർന്ന് കളിക്കാനായിട്ട് പ്രവേശിച്ചു. അങ്ങനെ ആ വർഷകാലത്തിൽ ഇങ്ങനെ മഴ പെയ്തിട്ട് അങ്ങനെ എല്ലാ മരങ്ങളും നിറച്ച് കായ്ഫലങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അങ്ങനെയുള്ള ആ പത്ര പുഷ്പ ഫലാദികൾ കൊണ്ടും പഴുത്തു നിൽക്കുന്ന ഈന്തപ്പഴങ്ങൾ കൊണ്ടും ഞാവൽപ്പഴങ്ങൾ കൊണ്ടും അതിസമൃദ്ധമായിരിക്കുന്ന ആ കാട്ടിൽ ബലരാമനോടുകൂടിയ ശ്രീകൃഷ്ണൻ പശുക്കളോടും ഗോപന്മാരോടും കൂടി ചേർന്ന് കളിക്കാനായി പ്രവേശിച്ചു. ധേനവോ മന്ദകാമിന്യ ഊധോ ഭാരേണ ഭൂയസാ യയുർഭഗവതാഹൂതാ ദ്രുതം പ്രീത്യാ സ്നുതസ്തനീഹി. വർഷകാലത്തിലെ ധാരാളം പുല്ലിന്റെ ഒരു സമൃദ്ധി തന്നെയാണ്. അപ്പൊ അതിങ്ങനെ കഴിച്ചിട്ട് ധാരാളം പാലുണ്ടാവണം പശുക്കൾക്ക്. അങ്ങനെ പാല് അധികം നിറഞ്ഞിരിക്കുന്ന അകിടെടുത്ത് അകിടിങ്ങനെ വീർത്തിട്ടേ നടക്കാൻ വയ്യ പശുക്കൾക്ക്. അങ്ങനെ മെല്ലെ മെല്ലെ സഞ്ചരിക്കുന്ന പശുക്കളെ എന്തായി പശുക്കൾ ഇങ്ങനെ വരുന്നില്ല, പിന്നെ പതുക്കെ പതുക്കെ നടന്നിട്ട്. അപ്പൊ ഭഗവാൻ അവരുടെ പേര് പറഞ്ഞിങ്ങനെ വിളിക്കുക. ആ ശബ്ദം അങ്ങോട്ട് കേട്ടില്ലേ, സന്തോഷാധിക്യം കൊണ്ട് അകിട്ടിൽ നിന്ന് പാലങ്ങോട്ട് ചൊരന്നു പോവുകയാണെന്ന് പശുക്കളുടെ. അങ്ങനെ ഇടയ്ക്ക് അവര് വേഗത്തിൽ ഭഗവാന്റെ അരികത്തേക്ക് നടന്നു എന്നാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.